blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസം ഈ എപ്പിസോഡിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന സകലവും ദൈവം നൽകട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ചേർന്ന് മാർട്ടിനും ഷെർലിക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ കർത്താവ് ഏറ്റവും അങ്ങ് അനുഗ്രഹിച്ച്, അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ രോഗങ്ങളും കർത്താവെ ഇവരിൽ നിന്ന് മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായൊരു ഭവനം നൽകി അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. താങ്ക് യു ലോർഡ്. കർത്താവെ, തമിഴ്നാട്ടിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 മക്കളെയും അവരുടെ കുടുംബങ്ങളുടെ മേൽ ദൈവം അങ്ങ് നന്മയും ഐശ്വര്യവും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകനും തൻ്റെ മകനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഇരുവരെയും അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ സ്കാനിങ് സെൻറ്റർ ആരംഭിക്കാൻ ആവശ്യമായ സാമ്പത്തിക കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, ഈ സ്പോൺസേഴ്സിനെ എല്ലാവരും ചേർത്ത് ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരുന്ന സന്ദേശം ഇന്നും തുടരുകയാണ്. കൊച്ചിയിൽ നടന്ന ബ്ലെസ്സിങ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ എന്നുള്ള സന്ദേശങ്ങളാണ്, സ്പെഷ്യൽ പ്രോഗ്രാംസ് എല്ലാം നിങ്ങൾ കാണും. ഇന്നും ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ തിരികെ വരും. Principle number 3. മൂന്നാമത്തെ തത്വം, Strength comes when you know that you are an overcomer in Christ. ശക്തി വരുന്ന മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, ക്രിസ്തുവിൽ നിങ്ങൾ ഒരു ജയാളി എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ശക്തി നിങ്ങളുടെ മേൽ വരുന്നു. And the devil cannot harm you. മാത്രമല്ല, പിശാചിന് നിന്നെ തൊടുവാൻ പോലും കഴിയുകയില്ല. Many believers think like this. ഇതുപോലെയാണ് ചില വിശ്വാസികൾ ചിന്തിക്കുന്നത്. Okay, I am a child of God. Okay, ഞാനൊരു ദൈവ പൈതലാണ്. And Lucifer is there. ലൂസിഫർ അവിടെയുണ്ട്. And he has a lot of devils. മാത്രമല്ല, അദ്ദേഹത്തിന് വലിയ ഒരു ദുഷ്ടാത്മ സേനയുണ്ട്. And every day, എല്ലാ ദിവസവും one demon will come ഒരു പിശാച് വന്ന് to fight with me. എന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വരും. So I should fight. ഞാനും യുദ്ധം ചെയ്യണം. A good fight. ഞാനും നല്ല യുദ്ധം ചെയ്യണം. And അങ്ങനെ I should overpower that devil. അവസാനം ആ പിശാചിനെ ഞാൻ കീഴ്പ്പെടുത്തണം. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Victory. ജയം. Monday. Okay. The next day, പിറ്റേ ദിവസം the devil sends another stronger devil. കുറച്ചുകൂടി ബലമുള്ള പിശാചിനെ അയക്കും. He comes. അവൻ വരുന്നു. This Tuesday. ഇത് ചൊവ്വാഴ്ച എത്തി കേട്ടോ. Fight. യുദ്ധം നടക്കുകയാണ്. In the name of Jesus, Jesus, Jesus. യേശുവിന്റെ നാമത്തിൽ രക്തം ചെയ്യാം. In Jesus name. ചൊവ്വ. In Jesus name. Amen. In Jesus name. Next day, Wednesday. ഇനി ബുധനാഴ്ച another stronger one. കുറേ കൂടി ബലമുള്ള ഒരു കുട്ടി പിശാച് വരികയാണ്. Come.
My God, Jesus, why did you forsake me? കർത്താവേ, എന്താ എന്നെ കൈവിട്ട് കളഞ്ഞോ? Monday I won. തിങ്കളാഴ്ച ഞാൻ ജയിച്ചു, Tuesday I won. ചൊവ്വാഴ്ച ഞാൻ ജയിച്ചു, Wednesday ബുധനാഴ്ച പൊട്ടിപ്പോയല്ലോ. That is not Christian life. അതല്ല ക്രിസ്തീയ ജീവിതം. Many believers think that we are fighting for victory every day. പല വിശ്വാസികളും ചിന്തിക്കുന്നു ജയത്തിന് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ പിശാചായിട്ട് മല്ലുപിടിക്കണമെന്ന്. No. അല്ല. The battle is already won 2000 years back. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞു. Even before you were born into this world, victory came for your life. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുൻപ് തന്നെ നിനക്ക് വേണ്ടിയുള്ള ജയം കർത്താവ് നേടിക്കഴിഞ്ഞു. Even before you cried your first cry in medical trust hospital, victory came. നിങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കടന്ന് ആദ്യത്തെ നിങ്ങളുടെ കുഞ്ഞിന്റെ കരച്ചിൽ വരുന്ന സമയത്തിന് മുൻപ് തന്നെ ജയം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. We are not fighting for victory. നമ്മൾ യുദ്ധം ചെയ്യുകയല്ല, we are fighting from victory. നമ്മൾ ജയത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. Hallelujah. Victory is ours. നമ്മളുടേതാണ് ജയം. That's why the Bible says you are a more than conqueror. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ ജയാളികളാകുന്നു. Hallelujah. Hallelujah. In this mega festival so many people got saved. ഈ മെഗാ ഫെസ്റ്റിവലിൽ ഒത്തിരി പേർ കർത്താവിനെ അറിഞ്ഞു. Yesterday one man got saved. ഇന്നലെ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു. Suppose one man got saved yesterday. നിങ്ങൾ ചിന്തിക്കുക, ഇന്നലെ ഒരു വ്യക്തി ആദ്യമായി കർത്താവിനെ അറിഞ്ഞു. The Bible says വചനം പറയുന്നു he is a victor. അവനൊരു ജയാളിയാണ്. Because he is in Christ now. കാരണം അവൻ ഇപ്പോൾ ക്രിസ്തുവിലാണ്. In Christ, ക്രിസ്തുവിൽ we are all winners and victors. നമ്മൾ എല്ലാവരും ജയാളികളാണ്. Outside Christ, we are all failures and victims. ക്രിസ്തു ഇല്ലെങ്കിൽ നമ്മൾ അമ്പേ പരാജയമാണ്, നമ്മൾ പരാജിതരാണ്. I'm going to give you 1 minute to lift your hands and thank the Lord for the victory. കർത്താവ് നൽകിയ ആ ജയത്തിന് 1 മിനിറ്റ് എങ്കിലും കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് നന്ദി പറഞ്ഞാലോ. Come on. Everybody. Monday victory. തിങ്കളാഴ്ച ജയമുണ്ട്. Tuesday victory. ചൊവ്വാഴ്ച ജയമുണ്ട്. Wednesday victory. ബുധനാഴ്ച ജയമുണ്ട്. Thursday victory. വ്യാഴാഴ്ച നമുക്ക് ജയമുണ്ട്. Friday victory. വെള്ളിയാഴ്ച ജയം. Saturday victory. ശനിയാഴ്ച ജയം. Sunday victory. ഞായറാഴ്ച ജയം. In Jesus. യേശുവിൽ. Strength comes when you know that all your sins are forgiven. നിന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ബലം വരുന്നു. You're strong. നിങ്ങൾ ബലപ്പെടുന്നു. Because you are not a sinner. കാരണം ഞാനൊരു പാപിയല്ല, നീ ഒരു പാപിയല്ല. Strength comes when you know the Father. രണ്ടാമത് നിങ്ങൾ പിതാവിനെ അറിയുമ്പോൾ ബലം വരുന്നു. You should be proud of your father. നിങ്ങളുടെ പിതാവിനെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ അകം അഭിമാനപൂരിതമായിരിക്കും. My Father is the creator of all the galaxies, all the universe, all the oceans and mighty mountain ranges. എന്റെ അപ്പൻ ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും മഹാസമുദ്രങ്ങളെയും മഹാപർവ്വതങ്ങളെയും സൃഷ്ടിച്ച വലിയ സർവശക്തനായ ദൈവമാണ്. Then you are strong. നിങ്ങൾ ബലം പ്രാപിക്കുന്നു. Then strength comes when you know that you are a victor in Christ. മാത്രമല്ല നിങ്ങൾ ക്രിസ്തുവിൽ ജയാളിയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ വീണ്ടും ബലം പ്രാപിക്കുന്നു. Verse number 14 says, 14ാമത്തെ വചനം പറയുന്നു, strength comes from the indwelling word of God. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കയാൽ ബലം വരുന്നു. 20% കേട്ടു. ദൈവവചനം നിങ്ങളുടെ അകത്ത് വസിക്കുന്നത് കൊണ്ട് ബലം നിങ്ങൾക്ക് വരുന്നു. ബൈബിളിൽ കുറെ വചനം ഉള്ളത് കൊണ്ട് ബലമൊന്നും വരില്ല, അത് അവിടെ ഇരിക്കും. നിങ്ങളിൽ വചനം വസിക്കുന്നുവെങ്കിൽ അതിലൂടെ ഒരു ബലം വരുന്നു. എന്ത് മനസ്സിലായിട്ടായി ബഹളം ഉണ്ടാക്കും? എന്താ മനസ്സിലായ പറ? What did you understand? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇതിൽ നിന്നും? What did you understand? എന്ത് മനസ്സിലായി? Strength comes
when the word of God dwells inside you. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്ത് വസിക്കുമ്പോൾ നിങ്ങളിലേക്ക് ബലം വരുന്നു. Do you intake the word of God every day? നിങ്ങൾ എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്തേക്ക് എടുക്കാറുണ്ടോ? Some people have a hobby ചിലർക്ക് ഒരു ഹോബി ഇങ്ങനെയുണ്ട്, of buying different kinds of Bibles. പല തരത്തിലുള്ള ബൈബിളുകൾ വാങ്ങിക്കുക. ഗോൾഡ് തിളക്കമുള്ള സൈഡ് തിളങ്ങുന്നത്, സിൽവർ ഷെയ്ഡ് ഉള്ളത്, പ്ലാറ്റിനം ഉള്ളത്, then ബ്രാസിന്റെ കളർ ഉള്ളത്, റെഡ്, ബ്ലൂ, നീല കളറിലുള്ളത്, NIV പരിഭാഷ, HIV ഇല്ല, all kinds of versions. ഓ എന്തൊക്കെ പരിഭാഷ ഉണ്ട്, അതൊക്കെ അവരുടെ കയ്യിലുണ്ട്. I have 21 different kinds of Bibles. എന്റെ അടുത്ത് 21 തരം ബൈബിൾ ഉണ്ട്. എടാ നിന്റെ അകത്ത് ഒരു വചനമെങ്കിലും ഉണ്ടോ? That is a question. അതൊരു ചോദ്യമാണ്. Strength comes when you have the word of God inside you. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ വചനം ഇരിക്കുമ്പോഴാണ് ബലം വരുന്നത്. സിസ്റ്റർ, ഈ സഹോദരൻ്റെ പേര് സുരേഷ് പിള്ളை എന്നാണ്, ബോംബെയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വസായിൽ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്ന ഒരു സാക്ഷ്യമായിരുന്നു. 3 വർഷം മുമ്പ് ഈ സഹോദരൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 വർഷം മുമ്പ് ഈ സഹോദരൻ്റെ തുടയിൽ മേൽ 40 ടണ്ണോളം, സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ്, 40 ടണ്ണോളം ഭാരമുള്ള ഒരു ടാങ്ക് വന്ന് വീണു. കുറെ നിമിഷത്തേക്ക് ആ ടാങ്ക് എടുത്ത് മാറ്റാൻ പറ്റാതെ തുടയിലിരുന്നു. അതിന് ആഘാതമായിട്ട് അദ്ദേഹത്തിന്റെ നട്ടലിൽ വലിയൊരു വിടവുണ്ടായി. ഡോക്ടർ പറഞ്ഞു പൂർണ്ണമായിട്ടും ബെൽറ്റ് ഇട്ട് വേണം നടക്കാനായിട്ട്. ബെൽറ്റ് ഒരിക്കലും ഊരരുത്, ബെൽറ്റ് ഇട്ട് വേണം നടക്കാൻ. അത് എത്രത്തോളം, എത്ര മാസം, എത്ര വർഷം ഇടണമെന്ന് അറിയില്ല, അത് മാറണ വരെ അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇത് വല്ലാത്തൊരു കഷ്ടതയിലായിരിക്കുന്ന സമയത്തായിരുന്നു ഈ സഹോദരൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറയുന്ന ഒരു TV പ്രോഗ്രാം നമ്മുടെ സൂര്യ TVയിലുണ്ട്, നീ അതൊന്ന് കാണണം, നിന്റെ ഈ രോഗത്തിന് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനൊന്നും അറിയില്ലായിരുന്നു. 2013 ആദ്യ സമയത്തായിരുന്നു ഈ സഹോദരൻ ആദ്യമായിട്ട് ആ TV പ്രോഗ്രാം കാണുന്നത്. അന്ന് കണ്ടതിന് ശേഷമായിരുന്നു നമുക്ക് വസായിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നത്. സഹോദരൻ അന്നൊരു തീരുമാനം എടുത്തു, ഞാൻ ഇന്ന് ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് പോകും, ബെൽറ്റ് ഇടാതെ ഞാൻ പോകും എന്നൊരു തീരുമാനം. ഞാൻ ബെൽറ്റ് ഇടാതെ പോകും, അവിടെ വെച്ച് എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കുന്നു പറഞ്ഞൊരു തീരുമാനം എടുത്തിട്ട് ആദ്യമായിട്ട് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഈ സഹോദരൻ അവിടെ വന്നു, ബെൽറ്റ് ഇടാതെ. അവിടെ വെച്ചിട്ട് ദൈവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറയണേ, നട്ടലിന് ഭാരമായിട്ടിരിക്കുന്ന ബെൽറ്റ് ഇട്ട ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു. ഇനി അവൻ ഒരിക്കലും ബെൽറ്റ് ഇടേണ്ടി വരില്ല, പൂർണ്ണ സൗഖ്യം യേശു കൽപ്പിക്കുന്നു എന്ന് അവിടെ വെച്ചിട്ട് വിളിച്ചു പറഞ്ഞു. സഹോദരൻ പറഞ്ഞു, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ബെൽറ്റ് ഉപയോഗിച്ചിട്ടില്ല, എന്റെ നടുവിന് വേദനയില്ല, എനിക്ക് ഒരു പ്രയാസമില്ല, ഏത് ഭാരം എടുക്കാം, ഏത് ജോലിയും ചെയ്യാം, പൂർണ്ണമായിട്ടും എന്റെ കർത്താവിനെ സൗഖ്യമാക്കി. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയോ? ഇതിപ്പം അവിടുന്ന് വന്നതാണ്. ഞാൻ അവിടുന്ന് വന്നതാണ്. ഇപ്പോൾ സാക്ഷ്യം പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ സാക്ഷ്യം വന്ന് പറയുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ചില ബെൽറ്റ് ഇല്ലെന്ന് നടക്കാൻ പറ്റില്ല, ഒരു ശകലം പോലും. അതുപോലെ രാത്രി കിടക്കാൻ നേരം പറ്റില്ല, ഭയങ്കര കാലുവേദന. ഇത് വന്ന് ബ്രദർ അന്ന് എൻ്റെ തലയിലേക്ക് വെച്ച് കൈ വെച്ചിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നു, പിന്നെ ബെൽറ്റ് ഇടാതെ തന്നെയാണ് അങ്ങോട്ട് പോയത് തന്നെ. വീട്ടിലോട്ട് തിരിച്ചു പോയി. ഇവിടുന്ന് തന്നെ അവിടുന്ന് ഇടത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ബസ്സായിൽ പോയത് ഞാൻ ബെൽറ്റ് വീട്ടിൽ വെച്ച് ഊരിയിട്ടാ പോയി. നമ്മൾ ഇതിന് പോകുമല്ലേ നോക്കട്ടെ എന്ന് പറഞ്ഞുണ്ട്, പരീക്ഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങ് മാറി എൻ്റെ. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയൻ പുഷ്പഗിരി ഹോസ്പിറ്റലായിരുന്നു, ഉദയഗിരി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഉദയഗിരി കൊണ്ടുപോകാൻ പറഞ്ഞു, പുഷ്പഗിരി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ഉടനെ ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു യേശുവിനോട്. അത് കഴിഞ്ഞ് എൻ്റെ പെങ്ങളോടും പറഞ്ഞു, അവർക്ക് നമ്പർ കൊടുത്തു. ബ്ലെസ്സിൻ്റെ കൂടെ ഉടനെ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു. 80% ഇന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന നേരെ ICU മാറ്റിക്കോ, വാടി കൊണ്ടുപോകാൻ. ഇന്നലെ പറഞ്ഞത് ആ കാല് കണ്ടിച്ച് കളയണമെന്ന് പറഞ്ഞിരുന്നത് എന്നോട്. എന്നിട്ട് ഞാൻ എൻ്റെ പെങ്ങളോട് പറഞ്ഞില്ല കാല് മുറിച്ച് കളയണമെന്ന്, ഷുഗർ കൂടിയിട്ട്. പെങ്ങളോട് ഞാൻ പറഞ്ഞില്ല കാല് മുറിക്കുമെന്ന് പറഞ്ഞില്ല. ഞാൻ പെങ്ങളുടെ മോളോട് ചെറുതായിട്ട് പറഞ്ഞു, മോളെ 2 പേരെ ചിലപ്പോൾ മുറിച്ച് കളയേണ്ടി വരും കാലിൻ്റെ.
പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ലാതെ ഒരു കുഴപ്പം. മോടെ ഫോൺ വന്ന് എനിക്ക് അവിടുന്ന് 80% ഓക്കെയാണ്. ഡോക്ടർ പറഞ്ഞു വാർഡിലോട്ട് കൊണ്ടുപോകാമെന്ന്. പ്രൈസ് ഗോഡ്. തനിക്കും കിട്ടി സൗഖ്യം. കർത്താവ് ആ വിശ്വാസത്തിനോട് തന്റെ അടിയനെയും കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലോ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങ് കൊടുത്ത ഈ വലിയ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ നാമത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വിശ്വാസത്തോടുകൂടെ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന
ഈ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരവധി വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, നിരവധി രാജ്യങ്ങളിൽ ഒരേ സമയം കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം യേശു മുഖപക്ഷം ഇല്ലാത്ത ദൈവമാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും ഈ സമയത്തുള്ളിൽ വിശ്വസിക്കുക, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശു സർവശക്തനാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അസ്ഥികളുടെ അകത്ത് മജ്ജയിൽ തകരാറുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. വല്ലാതെ മുടി പൊഴിഞ്ഞു പോകുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ ആ ഹെയർ ഫോളിങ് നിൽക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അലർജികൾ, വിവിധ രീതിയിലുള്ള അലർജികൾ, വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട്. ഞാനിത് പറയുമ്പോൾ ചില ശരീരങ്ങളിങ്ങനെ തരിപ്പുണ്ടാകുന്നത് പോലെ, എന്തൊക്കെയോ കുളിര് കോരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചില ശരീരങ്ങളിൽ പ്രത്യേകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില ശരീരങ്ങളിൽ നിന്ന് എന്തോ ഒന്ന് വിട്ടുപോകുന്നത് പോലെ, പ്രത്യേകിച്ച് ചില ആസ്മ രോഗികൾ എന്തോ ശരീരത്തിൽ നിന്നും വായിലൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലെ, ശരീരം വിട്ട് മാറുന്നത് പോലെ, വിവിധ രോഗശക്തികൾ, രോഗ ആത്മാക്കൾ പലരെയും വിട്ട് ഈ സമയത്ത് മാറിപ്പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുണ്ട്. കർത്താവ് അത്ഭുതകരമായ വിടുതൽ നൽകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. നീൽ എന്ന് പേരുള്ള ഒരു 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 യുവാവിനെ കർത്താവ് ഈ സമയത്ത് തൊടുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നീൽ ഒരു വലിയ വിടുതൽ ഇപ്പോൾ പ്രാപിക്കട്ടെ. ചിലതിൻ്റെ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ, ചില ലഹരി മരുന്നിന് അടിമത്തത്തിലേക്ക് പോയ നീൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്വതന്ത്രമാകട്ടെ. അതിൻ്റെ ആ അഡിക്ഷൻ ബ്രേക്ക് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ ഡിവോഴ്സിന് വേണ്ടി തയ്യാറെടുക്കുന്ന ചില കുടുംബങ്ങളിൽ കർത്താവ് വീണ്ടും ഒരു അനുരഞ്ജനത്തിലേക്ക് വരാൻ, ഒരുമിച്ച് ജീവിക്കാൻ, പഴയതിനേക്കാൾ സന്തോഷത്തിൽ ജീവിക്കാൻ ചിലരെ കർത്താവ് വീണ്ടും ഹൃദയങ്ങളെ അടുപ്പിച്ചു കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നു. ജീസസിനെ ആത്മഹത്യയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ചില വ്യക്തികൾ, കുടുംബങ്ങൾ, ഒരുപക്ഷെ കടബാധ്യത കൊണ്ടാകാം, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാകാം, ഈ സമയത്ത് ഉള്ളിൽ ഭയങ്കരമായി ഒരു നിരാശ വന്ന് മരിക്കണം എന്ന് തോന്നി പ്ലാനുകൾ തയ്യാറാക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളുടെ ആ അവസ്ഥ കണ്ടിരിക്കുന്നു. വലിയ വ്യത്യാസങ്ങൾ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്ന കർത്താവ് വിശ്വസിക്കുകയാണ്. ഈ സമയത്ത് കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവരങ്ങ് പ്രത്യേകിച്ച് തൊട്ടനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കൊച്ചുകുട്ടികളിൽ ചില സൗഖ്യം നടക്കുന്നുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ ഞാൻ കാണുന്നത് ശരീരം മുഴുവൻ ഇങ്ങനെ ഒരു പ്രത്യേക നീല നിറത്തിലുള്ള കളർ വന്നിട്ട് വല്ലാതെ ഭയന്നിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞു ശരീരം ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. ദൈവിക വിടുതലുകൾ കുഞ്ഞുങ്ങളിൽ, ആൺകുട്ടികളിലും പെൺകുട്ടികളിലും എല്ലാം കർത്താവ് അയക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ രോഗസൗഖ്യങ്ങൾ നടക്കുന്നു. താങ്ക് യു ലോർഡ്. ഷുഗർ ബാധിച്ച കാലോ വിരലുകളൊക്കെ മുറിച്ചു കളയണം എന്ന് വിചാരിച്ചിരിക്കുന്ന ചില വ്യക്തികൾ, അത്ഭുതകരമായ ഡോക്ടേഴ്സ് വരെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ദൈവിക രോഗസൗഖ്യം നടക്കുകയാണ്. ഈ രോഗം എന്തുമാകട്ടെ, യേശു മതി. വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ ആ വിടുതൽ ഉണ്ടാകട്ടെ. ജീസസ് നെയിം ആമേൻ. നാളെ ആലപ്പുഴയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരികയാണ്. എവിടെയാണെങ്കിലും വരണം, അറ്റൻഡ് ചെയ്ത് അനുഗ്രഹങ്ങളാൽ നിറയുക. മറ്റന്നാൾ കോഴഞ്ചേരിയിലാണ്. 2 മീറ്റിങ്ങുകളിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥന ഡയറി എന്ന ഈ പുസ്തകം ലഭിച്ചിട്ടില്ലാത്ത ആയിരങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അവരുടെ പ്രാർത്ഥനാ ജീവിതവും ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അതുപോലെ 1000-ലധികം പാട്ടുകളുള്ള ആരാധനാ ഗീതങ്ങൾ, ഒത്തിരി സ്പിരിച്വൽ സോങ്സ് അതിലുണ്ട്. സെലിബ്രേറ്റ് ജീസസ് എന്ന ഈ ഓഡിയോ CD, ലൈവ് വേർഷിപ്പിൻ്റെ CD-യാണ്. ഇതെല്ലാം കരസ്ഥമാക്കുക. മറ്റുള്ള പുസ്തകങ്ങൾ സ്ക്രീനിൽ കാണുന്നവ നിങ്ങൾക്ക് വിളിച്ച് ആവശ്യപ്പെടാം. അതുപോലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾക്കത് സ്വന്തമാക്കാവുന്ന. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേ എന്തെന്ന് പോലും അറിയാത്ത ഒത്തിരി പേരുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലും ഒക്കെ പരിചയത്തിലൊക്കെ. അവരോട് നിങ്ങൾ പറയണം. ഇന്നത്തെ സന്ദേശം നാളെ നമ്മൾ അവസാനിപ്പിക്കും.
അതുകൊണ്ട് മിസ് ചെയ്യരുത്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട് എന്ന് യേശുവിനോട് പറഞ്ഞതാര്? Who said to Jesus, you have the word of eternal life? Options: A. Patros, B. Yohanan, C. Jacob, D. Andreas. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 4222 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.